വികസനത്തിനും രാഷ്ട്രീയത്തിനും രഹസ്യമായ സാമുദായിക സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് അതിനെ അധികരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി കളം മാറ്റി ചവിട്ടാൻ എന്താണ് കാരണം എന്ന് നോക്കാം. ആദ്യഘട്ട പ്രചരണത്തിന് ശേഷമുള്ള പോളിംഗ് നിരക്കിന്റെ കുറവ് പ്രധാനമന്ത്രിയെയും BJPയെയും ആകെ ആശയക്കുഴപ്പത്തിലാക്കി എന്നുള്ളതാണ് നേര്. ഈ രീതിയിലുള്ള ഭിന്നിപ്പിനുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി രാജ്യത്ത് നടത്തിവരുന്നത്. അവരെ ഒഴിവാക്കാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് സാധിക്കാതിരുന്നത്? ഇത് രാജ്യത്തെ കള്ളപ്പണം നിയന്ത്രിക്കുന്നത് പോലെയുള്ള വെറും വാക്ക് മാത്രമായി വേണം കാണാൻ. ഇനിയിപ്പോ പുതിയൊരു പഠനം കൂടി പ്രചരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് BJP. അതെന്താണ് എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിലുള്ളതാണ്. അതായത് MK സ്റ്റാലിനുമായി നിരന്തരം കൊമ്പുകോർക്കുന്ന തമിഴ്നാട് ഗവർണറാണ് RN രവി. അദ്ദേഹത്തിന്റെ മകളും സാമ്പത്തിക ശാസ്ത്രജ്ഞയുമായ ഷമിക രവി ഉൾപ്പെട്ടവരാണ് ഈ സമിതിയിലുള്ളത്. ഇതിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ ലാക്കുകളുമില്ലെന്ന് മനസ്സിലാകുമല്ലോ. ഉള്ളത് വെറും വർഗീയ പ്രീണനം മാത്രം. അല്ലാതെ ഇതിൽ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്നാണ് ചില രേഖകൾ സൂചിപ്പിക്കുന്നത്. നമസ്കാരം. എന്താണ് തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയ്ക്ക് ചർച്ചയാകേണ്ടത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം രാഷ്ട്രീയം എന്ന് തന്നെയായിരിക്കും. രണ്ടാമത് എന്തായിരിക്കും ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അത് വികസനം തന്നെ. മൂന്നാമതും വികസനം, നാലാമതും വികസനം, ഒടുവിൽ മാത്രമാണ് രഹസ്യമായ സാമുദായിക ധാരണ. ഇതാണ് അതിൻ്റെ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അതാണോ നടക്കുന്നത് എന്ന് സ്വയം വിമർശനം നടത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് പ്രധാനമായി നമ്മൾ കാണേണ്ടത് പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗങ്ങൾ തന്നെയാണ്. വികസനത്തിനും രാഷ്ട്രീയത്തിനും രഹസ്യമായ സാമുദായിക സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് അതിനെ അധികരിച്ചുകൊണ്ട് ആണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. മതം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. മതത്തെ ഉപയോഗിച്ചുകൊണ്ടോ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം പ്രചരണ തന്ത്രം, ഹിന്ദുത്വവും മുസ്ലിം വിരുദ്ധതയുമാണ് രാജ്യത്തെ ഏറ്റവും അധികം വിൽക്കാൻ കഴിയുന്ന വസ്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രചരണ തന്ത്രം. അത് പ്രയോഗിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മതം ഒരു ഘടകമാകുന്നു? അതിനും കാരണമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായി തന്നെയാണ് നിലനിന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളായിരുന്നു കൂടുതലും പ്രസംഗങ്ങളിലൂടെ ചർച്ച ചെയ്തത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. അതേസമയം പ്രധാനമന്ത്രി കളം മാറ്റി ചവിട്ടാൻ എന്താണ് കാരണമെന്ന് നോക്കാം. ആദ്യഘട്ട പ്രചാരണത്തിന് ശേഷമുള്ള പോളിംഗ് നിരക്കിന്റെ കുറവ് പ്രധാനമന്ത്രിയെയും BJPയെയും ആശയക്കുഴപ്പത്തിലാക്കി എന്നുള്ളതാണ് നേര്. അങ്ങനെ വന്നാൽ BJP സ്വപ്നം കാണുന്ന 400 സീറ്റ് എന്നത് വെറും വാക്കായി മാറുമെന്നുള്ള തിരിച്ചറിവാണ് BJPയെ കൊണ്ട് രൂക്ഷമായ വർഗീയത പറയിച്ചത്. അതിലേറെ രൂക്ഷമായ ഒരു പ്രസ്താവനയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ മതം നോക്കി സെലക്ട് ചെയ്യും എന്നുള്ളത്. 10 വർഷത്തിന് മുൻപും ടീം ഇന്ത്യ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്നൊന്നും പക്ഷേ മതമോ മതചിഹ്നങ്ങളോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമേ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അമിത്ഷായുടെ പ്രസ്താവനയും അതിഭീകരമായിരുന്നു. രാമക്ഷേത്രത്തിന് ബാബറി പൊട്ട് ഇടുമെന്നായിരുന്നു ആ പ്രസ്താവന. ഈ രണ്ട് പരാമർശങ്ങളും അതീവ ഗൗരവത്തോടു കൂടി വേണം കാണാൻ. ഈ രീതിയിലുള്ള ഭിന്നിപ്പിനുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി രാജ്യത്ത് നടത്തി വരുന്നത്. അതായത് ഒന്നാം ഘട്ടത്തിലുണ്ടായ പോളിംഗ് നിരക്കിലെ കുറവ് തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കാതിരിക്കുന്നതിനും വോട്ടുകളെല്ലാം തന്നെ തങ്ങളിലേക്ക് എത്തണമെന്നുമുള്ള ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇനിയും വികസനം പറഞ്ഞാൽ സ്വന്തം തട്ടകങ്ങളെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ, അതായത് 2014-ലും 2019-ലും 2, 3, 4 ഘട്ടങ്ങളിലാണ് BJPക്ക് വലിയ നേട്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് ആവർത്തിച്ചില്ല എങ്കിൽ സ്വന്തം തട്ടകങ്ങൾ പോലും നഷ്ടപ്പെടുമെന്ന ഭീതിയും ഇത്തവണ BJP നേതൃത്വത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ BJP വർഗീയത വിളമ്പാൻ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ മോദി രാഷ്ട്രീയത്തെയും വികസനത്തെയും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മതം പറഞ്ഞു തുടങ്ങി. ആദ്യത്തെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ട ആദിവാസികളുടെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നായിരുന്നു. ഇത് രാജസ്ഥാനിലെ ആദിവാസികൾക്കിടയിൽ നിന്ന് കാര്യമായി വോട്ട് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഒരു ഭരണാധികാരി ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഭാഷാ പദപ്രയോഗങ്ങളായിരുന്നു അന്ന് നരേന്ദ്രമോദി നടത്തിയത്. കൂടുതൽ കുട്ടികളുള്ളവർ, നുഴഞ്ഞുകയറ്റക്കാർ തുടങ്ങിയ പ്രയോഗങ്ങളാണ് അന്ന് അദ്ദേഹം നടത്തിയത്. നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തെത്തുന്നത് ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ടാണല്ലോ.
അവരെ ഒഴിവാക്കാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് സാധിക്കാതിരുന്നത്? ഇത് രാജ്യത്തെ കള്ളപ്പണം നിയന്ത്രിക്കുന്നത് പോലെയുള്ള വെറും വാക്ക് മാത്രമായി വേണം കാണാൻ. രാജ്യത്തിന് പുറത്തുള്ള കള്ളപ്പണം തിരികെ കൊണ്ടുവന്നാൽ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ളത്രയുമുണ്ട് എന്നായിരുന്നല്ലോ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എന്നിട്ട് എത്ര കള്ളപ്പണം രാജ്യത്തിന്റെ ഖജനാവിലെത്തിയെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നോട്ട് നിരോധനത്തിലൂടെ എത്ര കള്ളപ്പണം ഇവിടെ നിയന്ത്രിക്കപ്പെട്ടു എന്നതിനുള്ള കണക്ക് പുറത്തു വന്നിട്ടുണ്ടോ? ഇതൊന്നും ഇനി ഏശാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മതത്തിന്റെ കാർഡ് ശക്തമാക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഹിന്ദുക്കളെ വൈകാരികമായി ഉണർത്താനും പ്രലോഭിപ്പിക്കാനും വേണ്ടി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരം പ്രസ്താവനകളാണ് നടത്തിയത്. താലിമാല പോലും പിടിച്ചെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. കേരളത്തിൽ വന്ന് ശരണം വിളിക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയ അഭിനയവും ഭിന്നതയും, മുൻപേ നടക്കുന്ന ഗോവിന് പിൻപേ ഗമിക്കും ബഹുഗോക്കൾ അത്രയും എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരും അത് ഏറ്റുപിടിക്കാൻ തുടങ്ങിയെന്ന് പല നേതാക്കളുടെയും സംസാരത്തിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇക്കുറി ഇതൊക്കെ ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രയോഗിച്ച വികസനവും അയോധ്യയും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയും ഒന്നും ഇത്തവണ ഏശിലെന്ന് മനസ്സിലാക്കിയിട്ടാകണം ഇത്തവണ ഇങ്ങനെയൊരു അടവ് പയറ്റാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചത്. ഇനിയിപ്പോ പുതിയ ഒരു പഠനം കൂടി പ്രചരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് BJP. അതെന്താണ് എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിലാണ്. 1950 മുതൽ 2015 വരെയുള്ള കാലത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ കാര്യമായി ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ്. 84.68% നിന്ന് 78.06% ഹിന്ദു ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി പഠനങ്ങൾ തെളിയിക്കുന്നു. 9.84% നിന്ന് 14.09% മുസ്ലിം ജനസംഖ്യ ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇനി ആരാണ് ഈ സമിതിയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. RN രവിയെ അറിയുമല്ലോ. അതായത് MK സ്റ്റാലിനുമായി നിരന്തരം കൊമ്പുകോർക്കുന്ന തമിഴ്നാട് ഗവർണറാണ് RN രവി. അദ്ദേഹത്തിന്റെ മകളും സാമ്പത്തിക ശാസ്ത്രജ്ഞയുമായ ഷെമിക രവി ഉൾപ്പെട്ടവരാണ് ഈ സമിതി. അവരുടെ പഠനത്തിലാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം തിരിച്ചറിഞ്ഞത്. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കാം. 2017 അമേരിക്കയിലെ ഒരു സംഘം ഗവേഷകരുടെ പ്രബന്ധത്തിൽ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ഇങ്ങനെയൊരു റിപ്പോർട്ട് 4ാം ഘട്ടമായപ്പോൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ ലാക്കുകളുമില്ലെന്ന് മനസ്സിലാകുമല്ലോ. ഉള്ളത് വെറും വർഗീയ പ്രീണനം മാത്രം. അല്ലാതെ ഇതിൽ യാതൊരു വിധത്തിലുമുള്ള അടിസ്ഥാനവുമില്ല എന്നാണ് ചില രേഖകൾ സൂചിപ്പിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് മുസ്ലിം ജനസംഖ്യ 14.02% എന്നാൽ 2015 അതിൽ വർധനവല്ല ഉണ്ടായിട്ടുള്ളത്. പകരം 0.11% കുറവാണ് എന്നാണ് രേഖകൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴുമുള്ള ജനസംഖ്യാ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നതിന് പകരം കുറയുകയാണ് ചെയ്തത് എന്ന് കാണാം. അതേസമയം 2011 ശേഷം സംസ്ഥാനത്ത് സെൻസസ് നടന്നിട്ടേയില്ല എന്നും ഓർക്കേണ്ടതുണ്ട്. പിന്നെ എവിടുന്നാണ് ഇത്തരത്തിലുള്ള രേഖകൾ ചമച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആ നാട്ടിലെ വികസനത്തെക്കുറിച്ചും സർവ്വമതസ്ഥരായ ജനങ്ങൾക്കുമുണ്ടായ അഭിവൃദ്ധിയെക്കുറിച്ചും സംസാരിക്കേണ്ടിടത്ത് സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. രണ്ട് മതങ്ങളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് അവയിൽ നിന്ന് വോട്ട് നേടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സത്യത്തിൽ രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് മതാധിപത്യത്തിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടി വരും. പ്രധാനമന്ത്രി ഉയർത്തുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ശക്തമായ എതിർപ്പാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ടെമ്പോയിൽ കള്ളപ്പണം എത്തിയെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെയും അറിയുന്ന ഭരണാധികാരി അങ്ങനെ കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിക്ക് പോകണമെന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു. ഇതിപ്പോ എല്ലാ അടവും പൊളിയുമ്പോൾ പുതിയ ചില ആയുധങ്ങൾ പോരിനിറക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കാം.